നമസ്കാരം. നമ്മുടെ അരീക്കൽ ഫെസ്റ്റ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ മെഗാ ഷോയോടുകൂടി അഭിലാഷ് ആട്ടായത്തിന്റെ പ്രോഗ്രാമോടുകൂടി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നാളെ കരോത്ഗാന മത്സരം, പിന്നെ മറ്റന്നാളെ നാടൻ പാട്ട്, 31-ാം തീയതി ഗാനമേളയോടുകൂടി പ്രോഗ്രാം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഫെസ്റ്റിവല് സംഘടിപ്പിച്ചിരിക്കുന്നത്. 12 മണിക്ക് ഇവിടെ പാപ്പാഞ്ഞിയെ കത്തിച്ച് പ്രോഗ്രാം അവസാനിപ്പിക്കാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അരീക്കൽ ഫെസ്റ്റ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യമാണ്. കൂടുതൽ പാമ്പാക്കടയെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എറണാകുളം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അരീക്കൽ. വൈകുന്നേരത്തോടു കൂടി അഭിലാഷ് ആട്ടായത്തിന്റെയും മാഹിൻ മൂവാറ്റുപുഴയുടെയും നല്ലൊരു ഗാനമേള ഇവിടെ ഇന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്തായാലും അരീക്കൽ ഫെസ്റ്റ് 4 ദിവസത്തെ പ്രോഗ്രാമോട് കൂടി നല്ല രീതിയിൽ നടത്തണം. ഇത് ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന് എല്ലാ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇതൊരു പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ്സായിരുന്നു. അതിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നമ്മൾ വിപുലമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും നമുക്ക് MT വാസുദേവൻ നായരുടെ മരണവും അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിയുടെ മരണവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് നീട്ടിവെക്കേണ്ട വന്നതുകൊണ്ട് ഇന്നു മുതലാണ് പരിപാടി ആരംഭിച്ചത്. 29/12/2024 ഞായറാഴ്ച ഇങ്ങനെ അരീക്കൽ നിവാസികളുടെ പരിപാടികളും ക്രിസ്മസ് കരോൾഗാന മത്സരവും നടക്കുകയാണ്. 30-ാം തീയതി ആണെങ്കിൽ ഡിഫോക്സ് എന്ന ഒരു നാടൻ കലാസമിതിയുടെ ദക്ഷയുടെ നാടൻ പാട്ട് കലാവിരുന്ന് 30-ാം തീയതിയും 31-ാം തീയതി കോട്ടയം സംഗീതിക ഗാനമേളയും ഉണ്ട്. വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും ഇത്തരം പരിപാടികളിലേക്ക് കടന്നു വന്ന് ഈ ഫെസ്റ്റ് വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.